ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് മഹേന്ദ്ര ബൊലേറോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മളെ എ സിൻ്റെ ബ്ലോവർ ഇടുന്ന സമയത്ത് അതിൽ 1-ലും 2-ലും വർക്കാവുന്നില്ല. ഇതേപോലെ 1, 2 ഇടുമ്പോൾ വർക്കാവുന്നില്ല, പക്ഷേ 3-ൽ ഇടുമ്പോൾ വർക്കാവുന്നുണ്ടേനും. അതാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലോവറിൻ്റെ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് ചില സ്പീഡിൽ വർക്കാവാത്തത്. ആ ബ്ലോവറിൻ്റെ റെസിസ്റ്റർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാലാണ് ബ്ലോവറിൻ്റെ ചില സ്പീഡിൽ വർക്കാവാത്തത്. അപ്പോൾ റെസിസ്റ്റർ ഈ കാണുന്നതാണ് ഇതിൻ്റെ റെസിസ്റ്റർ. ഇതിപ്പോൾ പഴയ റെസിസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലാണ് ആ സ്പീഡിൻ്റെ വ്യത്യാസം വരുന്നത്. അതായത് ചില സ്പീഡ് വർക്കാവത്തില്ല. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റർ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഭാഗത്താണ്, ഗ്ലോ ബോക്സിൻ്റെ അടി ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 10-ൻ്റെ ബോൾട്ട് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. നമുക്ക് ആ 10-ൻ്റെ ഞാൻ പഴയത് അയച്ചു വെച്ചിട്ടുണ്ട് ആദ്യം. അപ്പോൾ 10-ൻ്റെ ബോൾട്ട് അയച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കപ്ലർ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇനി പുതിയ റെസിസ്റ്റർ ഫിറ്റ് ചെയ്യാം. ആ പുതിയ റെസിസ്റ്റർ മേടിച്ചിട്ടുണ്ട്. മഹേന്ദ്രൻ്റെ ഒറിജിനൽ സാധനം മേടിച്ചിട്ടുണ്ട്, ബ്ലോവർ റെസിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 316 രൂപയാണ്. അപ്പോൾ നമുക്കിത് എടുത്ത് കഴിഞ്ഞ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ വണ്ടികൾക്കും ഈ ബ്ലോവർ റെസിസ്റ്റർ ഉണ്ടായിരിക്കണം. ചില ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്പീഡ് വർക്കാതിരുന്നു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്റർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ റെസിസ്റ്റർ ഫിറ്റ് ചെയ്യാം. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നേരെ 10-ൻ്റെ ബോൾട്ട് ഫിറ്റ് ചെയ്യാം. ഇതേപോലെ 10-ൻ്റെ ബോൾട്ട് ഫിറ്റ് ചെയ്തിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആ 10-ൻ്റെ ബോൾട്ട് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സ്പാൻഡർ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ കപ്ലർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കപ്ലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലോവർ ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോവർ തിരിക്കുന്ന സമയത്ത് 1-ത്തിൽ വർക്കാവുന്നുണ്ട്, അതേപോലെ 2-ത്തിലും വർക്കാവുന്നുണ്ട്, 3-ത്തിലും വർക്കാവുന്നുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് തീർന്നിട്ടുണ്ട്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും കാണാം.